നമസ്കാരം. കണ്ണൂരിനെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവിൽ നിന്ന് പുറത്തു വന്നത്. ഒരു ലോഡ്ജ് മുറിയിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെ കേസിന് വഴിത്തിരിവായത് കാണാതായ അയൽവാസി യുവാവിനെ പുഴയോരത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. ഒരു മരണത്തിന് പിന്നാലെ മറ്റൊരു മരണം എത്തിയപ്പോൾ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രണയ ദുരന്ത കഥയുടെ ചുരുളഴിയുകയായിരുന്നുവെന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. കണ്ടപുരം അയ്യോത്ത് സ്വദേശിനി KV സീമ എന്ന സ്ത്രീയാണ് പറശ്ശിനിക്കടവിലെ സമ്മർലാൻഡ് ഇൻ ലോഡ്ജിലെ 62-ാം നമ്പർ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സീമയ്ക്കൊപ്പം മുറിയെടുക്കാനെത്തിയ ചെറുകുന്ന് കടേൽപ്പറമ്പിൽ KP വിജയൻ എന്ന അയൽവാസിയെ സംഭവസ്ഥലത്തുനിന്ന് കാണാതായതോടെയാണ് സംശയങ്ങളുടെ മുൾമുന നീണ്ടത്. ഫെബ്രുവരി 4-ാം തീയതി ഉച്ചയ്ക്ക് 12:50ഓടെയാണ് സീമയും വിജയനും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. എല്ലാം സാധാരണ പോലെ. എന്നാൽ വൈകുന്നേരത്തോടെ ലോഡ്ജ് മുറി പുറത്തുനിന്ന് പൂട്ടി വിജയൻ ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നത് ലോഡ്ജ് ജീവനക്കാർ ശ്രദ്ധിച്ചു. രാത്രിയേറെ വൈകിയിട്ടും വിജയനെ കാണാതായതോടെ ജീവനക്കാർക്ക് സംശയം തോന്നി. എവിടെ പോയി ഈ വിജയൻ? എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല? ഒടുവിൽ രാത്രി 9 മണിയോടെ ഇവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മുറി തുറന്നപ്പോൾ കണ്ടത് നടക്കുന്ന കാഴ്ചയായിരുന്നു. മുറിക്കുള്ളിൽ സീമ നിശ്ചലയായി കിടക്കുന്നു. ലോഡ്ജ് അധികൃതരും അയൽവാസികളും നൽകിയ വിവരങ്ങളനുസരിച്ച് വിജയനും സീമയും മുൻപും ഈ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നതായും ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നതായും പോലീസിന് മനസ്സിലായി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. സീമയുടെ മരണത്തിൽ സംശയത്തിന്റെ നിഴലിലായിരുന്ന വിജയനെ കണ്ടെത്താൻ തളിപ്പറമ്പ് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. വിജയന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. വീട്ടുകാരെയും ബന്ധുക്കളെയും അയൽവാസികളെയും ചോദ്യം ചെയ്ത് പോലീസ് മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത ഞെട്ടിക്കുന്ന വാർത്തയെത്തി. കാണാതായ വിജയനെ മാട്ടൂൽ ജസീന്ത കടവിൽ പുഴയോരത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സീമയുടെ ഭർത്താവ് സുരേഷ് 2 വർഷം മുൻപ് മരിച്ചതാണ്. 2 മക്കളുള്ള സീമ അയൽവാസിയായ വിജയനുമായി സൗഹൃദത്തിലായിരുന്നു. പിന്നീട് പ്രണയമായി അത് മാറി. അതോ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഇവർക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ എന്ന് തളിപ്പറമ്പ് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടും ഇവർ തമ്മിൽ നടത്തിയിരുന്നോ എന്ന കാര്യത്തിലും കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തത വരൂ. ലോഡ്ജ് മുറിയിലെ ദുരൂഹ മരണത്തിൽ തുടങ്ങി പുഴയോരത്തെ ആത്മഹത്യയിൽ അവസാനിച്ച ഈ സംഭവം ഒട്ടേറെ ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. സീമയുടെ മരണം കൊലപാതകമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വിജയൻ എന്തിനാണ് ജീവനൊടുക്കിയത്? ഈ 2 മരണങ്ങൾക്കും പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മൊഴിയെടുക്കേണ്ടതായി വരും.